കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് എം.എൽ.എ വേദിയിൽ നിന്ന് വീഴുന്ന അപകട ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഘാടകരുടെ വീഴ്ചയിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിട്ടത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. 2 സ്റ്റെപ്പുകൾ കടന്ന് മുകളിലേക്ക് എത്തി രണ്ടാമത്തെ തട്ടിലേക്ക് ഉമാ തോമസ് കടന്നതിന് ശേഷം അവിടെ 2 നിരയിലായി കസേരകൾ നിരത്തിയിട്ടുണ്ട്. ആ സ്റ്റേജിൽ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന ആളുകളുമായി ഉമാ തോമസ് എം.എൽ.എ സംസാരിക്കുന്നു. തൊട്ടടുത്ത് മന്ത്രി സജി ചെറിയാൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വിഷ് ചെയ്തതിന് ശേഷം മുന്നോട്ട് നീങ്ങാൻ ഉള്ള ശ്രമത്തിലാണ് ഉമാ തോമസ് ഉള്ളത്. ആ സമയം നോക്കൂ, ഒരു ക്യൂ മാനേജർ മാത്രമാണ് സുരക്ഷാ സംവിധാനമായ സ്റ്റേജിലുള്ളത്. ഏതാണ്ട് 20 അടി താഴ്ചയിൽ താഴെ കോൺക്രീറ്റ് പാളുകൾ നിരത്തിയിരിക്കുന്ന ആ വേദിക്ക് സമീപത്തിന് ഏറ്റവും ഗുരുതരമായ സുരക്ഷാ പിഴവ് അവിടെ വന്നിട്ടുണ്ട് എന്ന് കൃത്യമായി നൽകുന്ന ദൃശ്യങ്ങൾ ക്യൂ മാനേജർ കൊണ്ട് മാത്രം ആ സ്റ്റേജിന്റെ അതിർത്തി നിർണ്ണയിച്ചിരിക്കുന്നു എന്നതാണ്. നോക്കുമ്പോൾ 2ഓ 3ഓ ഒരു സ്റ്റാൻഡിന് നടുക്ക് ഒരു റിബൺ മാത്രം കെട്ടിയിട്ടുള്ള ക്യൂ മാനേജറിൽ തട്ടി താഴേക്ക് ഉമാ തോമസ് എം.എൽ.എ വീഴുകയാണ്. താഴെ കോൺക്രീറ്റ് പാളുകളാണുള്ളത്. അവിടെ നിന്ന് ആ ദൃശ്യങ്ങൾ നേരിട്ട് കണ്ട ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുള്ള മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുള്ള കാര്യം, കോൺക്രീറ്റ് പാളികൾ താഴെ വിരിച്ചിരുന്നു. തലയിൽ അപ്പോൾ തന്നെ രക്തം വാർന്ന അവസ്ഥയിലായിരുന്നു, അബോധാവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതിയാണ് ഉമാ തോമസിന് ഉണ്ടായത് എന്നതാണ് ആ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നത്. അതാണ് ഉമേഷാണ് വാർത്തയിൽ വിവരങ്ങൾ നൽകാനുള്ളത്. ഉമേഷ്, ഇത് കൃത്യമായും സുരക്ഷാ വീഴ്ച സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തത വരുത്തുന്ന ദൃശ്യമാണ്. ക്യൂ മാനേജർ കൊണ്ടാണോ അവിടെ സുരക്ഷ തീർക്കേണ്ടത്? അന്ന, ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന അപകട ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഉമാ തോമസ് എങ്ങനെയാണ് താഴേക്ക് വീഴുന്നത്, എത്രത്തോളം ഭീകര നിമിഷങ്ങളായിരുന്നു അത് എന്നുള്ളത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണത്. സൂചിപ്പിച്ചതുപോലെ തന്നെ 20 അടിയോളം താഴ്ചയുണ്ട്. അവിടേക്കാണ് ഉമാ തോമസ് മറിഞ്ഞു വീണത്. അതെങ്ങനെയാണത് സംഭവിച്ചത് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വളരെ ചെറിയ ഒരു സ്റ്റേജാണത്. ഒരു നിര കസാര ഇടുമ്പോഴേക്കും അതിൻ്റെ സ്ഥലം, ആ സ്റ്റേജിന് മുന്നിൽ സ്ഥലമില്ലാതെ വരുന്ന ഒരവസ്ഥ. നടക്കാൻ കഷ്ടിച്ചൊരാൾക്ക് നടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ മാത്രമാണ് കസാരയ്ക്ക് മുൻപിലുള്ള ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. കഷ്ടിച്ചൊരാൾക്ക് നടന്നു പോകാൻ മാത്രം ഉള്ളതാണ്. അവിടെ ഉമാ തോമസ് വരുന്നു, എന്നെ സൂചിപ്പിച്ചതുപോലെ മന്ത്രിയെ സംസാരിക്കുന്നു. അതിനുശേഷം ഒരു കസാരയിലിരിക്കുന്നു. ആ കസേരയിൽ ഇരുന്ന ശേഷം അപ്പോൾ തന്നെ എഴുന്നേറ്റ് തൊട്ടടുത്ത അപ്പുറത്തുള്ളൊരു കസേരയിലേക്ക് മാറിയിരിക്കാനാണ് എം.എൽ.എ ശ്രമിച്ചത്. അവിടേക്ക് പോകുന്ന വഴിയിലാണ് അടുത്തൊരു യുവതിയെ കടന്ന് ആ യുവതിയെ മറികടന്ന് അപ്പുറത്തേക്ക് എം.എൽ.എ പോകുന്നതിനിടയിലാണ് ഈ താഴേക്ക് പോകുന്നത്. ആ സമയത്ത് ഒന്ന് കാല് ഇടറിയപ്പോൾ താഴെ എം.എൽ.എ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തൊട്ടടുത്ത് പിടിച്ചതാകട്ടെ ഈ പറയുന്ന ക്യൂ മാനേജറാണ്. ഒരു റിബൺ മാത്രമാണ്. അതിൽ തൊട്ടപ്പോൾ തന്നെ അത് മറിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ. അങ്ങനെയാണ് എം.എൽ.എ താഴേക്ക് വീഴുന്നത്. വലിയ ഗുരുതരമായ പരിക്കേൽക്കുമെന്ന ആ വീഴ്ച കാണുമ്പോൾ തന്നെ, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ്. മുതൽ ഇതിൽ കണ്ടെത്തിയ കാര്യമാണ് ഈ സംഘാടനത്തിലെ വീഴ്ച. സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു തരത്തിലുള്ളൊരു സ്റ്റേജായി മാത്രമേ അതിന് കാണാൻ കഴിയൂ. ഒരു ഇടുങ്ങിയ തരത്തിൽ കസേരകളെല്ലാം നിരത്തിയിട്ടിരിക്കുന്നു. അത് ഒരു വരി കസേര മാത്രം ഇടാൻ ഉള്ള സ്ഥലം. മന്ത്രിയും എം.എൽ.എയും അടക്കം പ്രധാനപ്പെട്ട VIP-കളടക്കം ഇരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇത്തരത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതെ തികഞ്ഞ അലംഭാവത്തോടെ ഒരു സ്റ്റേജ് നിർമ്മിച്ച് ഈ പരിപാടി സംഘാടകർ നടത്തിയത് എന്നുള്ളതാണ്. വലിയ ഗുരുതരമായ സുരക്ഷാ വീഴ്ച അതിലുണ്ടായി എന്നുള്ളത് ഇപ്പോൾ സ്പഷ്ടമാണ്. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ്. എം.എൽ.എ അവിടെ നിന്ന് ഏതാനും സെക്കൻഡുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. വളരെ സാവധാനമാണ് എം.എൽ.എ പോകുന്നത്. സാവധാനം പോകുമ്പോൾ തന്നെ ഒരാളെ മറികടന്ന് അപ്പുറത്തേക്ക് ഇരിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും കാല് തെറ്റി താഴേക്ക് വീഴുകയാണ്. ആ കാല് തെറ്റി ഒന്ന് പിടിക്കാനൊരു സ്ഥലമില്ല, അല്ലെങ്കിൽ നടക്കാൻ പോലും കൃത്യമായി ഒന്ന് ശരിയായ രീതിയിൽ നടക്കാൻ പോലും സ്ഥലമില്ലാതെ ഞെങ്ങിയൊക്കെയാണ് പോകുന്നത്. അതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ആ റിബണിൽ പിടിച്ചപ്പോഴാണ് അത് വെറുതെ വെച്ചതാണ് എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അതിൽ തൊട്ടപ്പോൾ തന്നെ അത് ആ റിബണോടുകൂടി എം.എൽ.എ താഴേക്ക് മറിയുകയാണുണ്ടായത്. ഉടൻ തന്നെ എം.എൽ.എ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിലടക്കം ചികിത്സ തേടേണ്ട അവസ്ഥയുണ്ടായി. 20 അടിയോളം താഴ്ചയിലേക്ക് ഈ കോൺക്രീറ്റ് പ്രതലത്തിലേക്കാണ് എം.എൽ.എ വീഴുന്നത് എന്നുള്ളതാണ്. ഇത്രയും ഉയരത്തിൽ സാധാരണഗതിയിൽ തന്നെ ഒരു സ്റ്റേജിൽ നിന്ന് ഒരാൾ താഴേക്ക് വീണാൽ വലിയ തരത്തിൽ പരിക്ക് പറ്റും. ഇത്ര ഉയരമില്ലെങ്കിൽ പോലും ഒരു സാധാരണ സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീണാൽ തന്നെ പരിക്ക് പറ്റും. അങ്ങനെയുള്ളൊരവസരത്തിലാണ് ഇത്രയും ഉയരത്തിലുള്ള ഒരു സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീണാലുണ്ടാകാവുന്ന അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്തരം
ഇത്രയും ഉയരത്തിൽ ഒരു സ്റ്റേജ് നിർമ്മിക്കുമ്പോൾ അതിന് വേണ്ട സുരക്ഷ ഒട്ടും തന്നെ അത് കണക്കിലെടുത്തിട്ടില്ല. അത് ഒട്ടും പാലിക്കാതെയാണ് ആ സ്റ്റേജ് നിർമ്മിച്ചത് എന്നുള്ളതെല്ലാം ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അത് പലരും നേരിട്ട് കണ്ടത് തന്നെയാണ്. പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കൃത്യമായിട്ടുണ്ട്. ഇപ്പോൾ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെ നിന്ന് 2 സ്റ്റെപ്പുകൾ, 2 തട്ടിലായിട്ടുള്ള സ്റ്റെപ്പ് കയറി വേണം മുകളിലുള്ള ഈ 2ാമത്തെ തട്ടിലേക്ക്, താൽക്കാലികമായി നിർമ്മിച്ച ഈ സ്റ്റേജിലേക്ക് എത്താൻ. ആ സ്റ്റെപ്പുകൾക്കിടയിലൊക്കെ കേബിളുകൾ കുരുങ്ങിക്കിടക്കുന്നത് കാണാം. യാതൊരു സുരക്ഷ ഇല്ല എന്ന് മാത്രമല്ല, ആ ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങളിൽ പോലും ഒരു ശ്രദ്ധ പുലർത്താതെയുള്ള അലംഭാവം കാണിച്ചു എന്നാണ്. അതെ, ഒന്നാം നിലയിലാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്നാം നിലയിൽ തന്നെ ഈ ഒന്നാം നിലയിലേക്ക് കയറുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഒന്നാം നിലയിലാണ് എന്നുള്ളതാണ്. ആ ഒന്നാം നിലയിൽ നിന്നാണ് ഈ MLA താഴേക്ക് വീഴുന്നത്. അതായത് സാധാരണ ഒരു മനുഷ്യൻ ഒന്നാം നിലയിൽ നിന്ന് താഴേക്ക് വീണാലുണ്ടാകുന്ന ഒരവസ്ഥയാണ്. അതാണ് സംഭവിച്ചത്. അത്രയും ഗുരുതരമായ പരിക്ക് MLAക്ക് സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. വലിയ സുരക്ഷാ വീഴ്ച, ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത്. ഏതായാലും MLA നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ MLAയുടെ ആരോഗ്യനില സംബന്ധിച്ച കാര്യങ്ങൾ ഡോക്ടർമാർ വിശദീകരിക്കും എന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ 10 മണിയോടെയാണ് ഡോക്ടർമാർ കണ്ടത്. ഓരോ ദിവസവും MLAയുടെ ആരോഗ്യനിലയിൽ ആശാവഹമായ പുരോഗതി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് കണ്ണു തുറന്നു. ഇന്നലെ നേരിയ തോതിൽ ശബ്ദം പുറപ്പെടുവിച്ച് പുതുവത്സരാശംസയൊക്കെ നേരുന്ന തരത്തിലേക്ക് ആരോഗ്യനിലയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് കൂടുതൽ നില മെച്ചപ്പെടും എന്നുള്ളത് തന്നെയാണ്. 1-2 ദിവസത്തിനുള്ളിൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഏതായാലും എങ്ങനെ MLA ഈ അവസ്ഥയിലേക്ക് എത്തി, അതിന് കാരണമായ വീഴ്ച അത് എങ്ങനെയായിരുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ ദൃശ്യങ്ങളിൽ തെളിയുന്നത്. അല്ല, അതെ, ഉമേഷ് ഉപയോഗിച്ച ആ വാക്ക് തന്നെയാണ് കൃത്യം, തട്ടിക്കൂട്ട് സ്റ്റേജ്. അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. കാരണം മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു 2-3 നിര കസേര നിരത്തിയതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് നടന്ന് നീങ്ങുന്നതിന് വേണ്ടി ആ 2 കാൽ വെക്കാനുള്ള സ്ഥലം മാത്രമാണ് അവിടെ ഉള്ളത് മുമ്പിൽ. അതെ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഒരാൾ അതിൻ്റെ മുൻപിൽ, ഈ സ്റ്റേജിന് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ അയാളെ മറികടന്നുകൊണ്ട് ഈ പോകുന്നയാൾക്ക് പോകാൻ കഴിയില്ല. അത്രയും ചുരുങ്ങിയ സ്ഥലം മാത്രമാണുള്ളത്. MLAക്ക് അവിടേക്ക് പോകേണ്ടി വന്നു. ആ സമയത്താണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആ യുവതിയെ ഒന്ന് അല്പം മാറ്റിക്കൊണ്ട് MLA അവിടേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴാണ് പെട്ടെന്ന് കാല് തെറ്റുന്നത്. കാല് തെറ്റിയാലും സാധാരണഗതിയിൽ വലിയ സ്റ്റേജാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. സാധാരണ രീതിയിൽ തന്നെ അപ്പുറത്തേക്ക് കടന്ന് അപ്പുറത്തെ കസേരയിൽ ഇരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനുള്ള സ്ഥലം പോലും ഇല്ല എന്നുള്ളതാണ്. ഒന്ന് കാല് തെറ്റിയപ്പോഴത്തേക്കും താഴേക്ക് പോകുന്നൊരവസ്ഥയുണ്ടാകുന്നു. എന്നാൽ വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ചപ്പോഴാകട്ടെ അത് ഒരു ക്യൂ മാനേജർ, ഒരു റിബൺ കൊണ്ട് ഉണ്ടാക്കിയ ഒന്ന്, അതിൽ പിടിച്ച് MLA അതോടുകൂടി തന്നെയാണ് ഈ താഴേക്ക് വീഴുന്നത്. ഇത്രയും ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണ്ടിവരും പറയാൻ. അത്രയും വലിയൊരു അലംഭാവം സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. നരഹത്യാ ശ്രമത്തിനാണ് ഈ സംഘാടകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് കേസെടുക്കേണ്ടി വന്നു എന്നുള്ളതൊക്കെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെടുമെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും മുഖ്യ സംഘാടകരെ അടക്കം ഇന്ന് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവർ തന്നെയാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്, ഇതിന് ഉത്തരം നൽകേണ്ടത്. ഇത്രയും പേരുടെ ജീവൻ അപകടത്തിലാക്കുന്ന തരത്തിൽ ഒരു തട്ടിക്കൂട്ട് സ്റ്റേജ് നിർമ്മിച്ച് ഈ പരിപാടി നടത്തിയതിന് ഉത്തരം നൽകേണ്ട ബാധ്യത അവർക്ക് തന്നെയാണ്. അവരാകട്ടെ വലിയ കോടികൾ പിരിച്ചാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു സാമ്പത്തിക തട്ടിപ്പും മനുഷ്യ ജീവന് വരെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലൊരു പരിപാടി നടത്തിയവരാണ്. അവർ തന്നെ ഇതിന് മറുപടി പറയേണ്ടി വരും. ഏതായാലും പോലീസ് ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. യെസ്, ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഉമാ തോമസ് MLAയുടെ അപകട ദൃശ്യങ്ങൾ, അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. മുകളിലത്തെ നിലയിൽ എത്തിയതിനു ശേഷം മുമ്പോട്ട് നടന്നു നീങ്ങാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് സ്ഥല പരിമിതി കൊണ്ട് റിബണിൽ അവിടെ ഒരു ക്യൂ മാനേജർ മാത്രമാണുള്ളത്. ആ ക്യൂ മാനേജറിൽ പിടിക്കാനുള്ള ശ്രമത്തിനിടയ്ക്ക് അത് തട്ടി ക്യൂ മാനേജറോടുകൂടി ഉമാ തോമസ് MLA താഴേക്ക് വീഴുകയായിരുന്നു. താഴെ കോൺക്രീറ്റ് പാളിയിൽ തലയടിച്ച് ആണ് വീഴുന്നത്. അത് തൊട്ട് പിന്നാലെ തന്നെ രക്തം അബോധാവസ്ഥയിലേക്ക് MLA പോവുകയാണ്. ഇപ്പോൾ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും എന്ന് കരുതുന്നു. അടുത്ത മണിക്കൂറുകളിൽ വെന്റിലേറ്ററിൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ തുടരാനുള്ള തീരുമാനമാണ് ഇന്നലെ മെഡിക്കൽ ബോർഡ് എടുത്തിട്ടുള്ളത്. ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.